മഞ്ഞക്കിളികൾ കളിമറന്നു എന്ന് ചാപ്പകുത്തിയവർ കൺതുറന്ന് കാണുക. വിശ്വപോരിന് മുന്നേ എതിരാളികൾക്കെല്ലാം പനാമയെ കൊന്നുതൂക്കിയ ആറിന്റെ താക്കീതാണ്. ആഞ്ചലോട്ടി ഓതികൊടുത്ത തന്ത്രങ്ങൾ മാറക്കാനയിൽ അണപൊട്ടിയെടുക്കുമ്പോൾ വിനീഷ്യസ് ജൂനിയർ തുടങ്ങിയ ഗോൾവേട്ട അവസാനിച്ചത് ഡാനിലോയിലാണ്. സുൽത്താന്റെ അഭാവത്തിൽ ഇങ്ങനെ നിറഞ്ഞാടാൻ കഴിയുന്നുവെങ്കിൽ അയാളുടെ സാന്നിധ്യത്തിൽ ബ്രസീലിന്റെ മുഖം എന്തായിരിക്കും? വിമർശിച്ചവരോടും പുച്ഛിച്ച് തള്ളിയവരോടും ഒന്നേ പറയാനുള്ളൂ. കാനറിപ്പട വടക്കേ അമേരിക്കയിലേക്ക് രണ്ടും കൽപ്പിച്ചാണ് ഇത്തവണ വരുന്നത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ പനാമക്കെതിരെ ബ്രസീൽ തങ്ങളുടെ പ്രഹരമേൽപ്പിച്ചു. പന്തുമായി ഒരു നീക്കത്തിന് തുണിഞ്ഞ പനാമ താരത്തിന് മേൽ കുരുക്കായി വീണ കസമീറോയുടെ സാന്നിധ്യം പന്ത് വിനിയിലേക്ക്. മുന്നിലുള്ളത് രണ്ട് ഡിഫൻഡർമാർ. എന്നാൽ ചെറുതായൊന്ന് മൂവ് ചെയ്ത് വിനീഷ്യസ് തൊടുത്തുവിട്ട ആ വെടിയുണ്ട വല തുളക്കുന്നു. 13-ാം മിനിറ്റിൽ പനാമക്ക് ലഭിച്ച ഫ്രീ കിക്ക് എടുക്കാനെത്തിയത് അമീർ മുറില്ലോയാണ്. നിർഭാഗ്യമെന്നോണം വാൾ തീർത്ത ക്യൂഞ്ഞയുടെ മേൽ തട്ടി ഗോൾ കീപ്പർ അലിസിനെയും മറികടന്ന് പന്ത് വലയിലേക്ക്. മത്സരത്തിന്റെ 38-ാം മിനിറ്റിലാണ് ഇടത് വിങ്ങിലൂടെ കുതിച്ച വിനീഷ്യസ് പൊടുന്നനെ പിറകിലോട്ട് വെട്ടിത്തിരിഞ്ഞ് ബോക്സിൽ നിലയുറപ്പിച്ച സഹതാരങ്ങളിലേക്ക് ഒരു ക്രോസ് ഉയർത്തുന്നത്. അതിനെ വലയിലേക്ക് വഴിതിരിച്ചു വിടുക എന്ന ദൗത്യം മാത്രമേ പിന്നീട് കസമീറോക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ക്യാപ്റ്റന്റെ ഗോളിൽ ലീഡ് വെട്ടിപ്പിടിച്ച പനാമക്ക് മുമ്പിൽ വീണ്ടും ബ്രസീലിന്റെ മുൻതൂക്കം. നൗ 2-1. ആദ്യ പകുതിയുടെ അവസാന നിമിഷത്തിൽ വിനീഷ്യസിൽ നിന്നും തുടക്കമിട്ടൊരു നീക്കം റാഫിഞ്ഞയിലേക്ക് എത്തുമ്പോൾ മൂന്നാമത്തെ ഗോൾ മണത്തതായിരുന്നു. പക്ഷേ കാര്യമുണ്ടായിരുന്നില്ല. റാഫിഞ്ഞ തൊടുത്ത ഷോട്ട് ഗോൾ കീപ്പർ തട്ടിയകറ്റി. ഇടവേളക്ക് പിരിയുമ്പോൾ സ്കോർ ബോർഡിൽ ബ്രസീൽ 2, പനാമ 1. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ എൻട്രിക്കിന് ഒരു സുവർണാവസരം ലഭിച്ചതായിരുന്നു. ഗോൾ കീപ്പർ മാത്രമാണ് മുന്നിലുള്ളതെങ്കിലും ഇത്തിരി കടുപ്പമേറിയ സാഹചര്യമായിരുന്നു. ലക്ഷ്യത്തിലേക്ക് ഒന്ന് ശ്രമിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. മത്സരത്തിന്റെ 52-ാം മിനിറ്റിൽ പനാമ ഗോൾ കീപ്പറുടെ പിഴവിൽ നിന്ന് പന്ത് ബ്രസീലിയൻ താരം റയാനിലേക്ക്. ഗോൾ മുഖത്ത് ഗോൾ കീപ്പറുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കർവിംഗ് ഷോട്ടിലൂടെ റയാൻ പന്തിനെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നു. അതോടെ മത്സരത്തിലെ ബ്രസീലിന്റെ മൂന്നാമത്തെ ഗോളും പിറക്കുകയാണ്. ബ്രസീലിന്റെ കളിമികവിന് മുമ്പിൽ പാടുപെടുന്ന പനാമ പ്രതിരോധം ശക്തമാക്കാൻ ശ്രമിച്ചെങ്കിലും ബ്രസീൽ വിടവുകൾ കണ്ടെത്തിക്കൊണ്ടേയിരുന്നു. അതിന്റെ ഫലമെന്നോണം 60-ാം മിനിറ്റിലും ബ്രസീലിന്റെ ആ ഗോൾ വന്നു. ഇത്തവണ മികച്ചൊരു ടീം വർക്കിലൂടെയാണ് ആ ഗോൾ പിറന്നത്. അതിനൊടുക്കം ഡഗ്ലസ് സാന്റോസ് നീട്ടിയ നീളം പാസ് പിടിച്ചെടുത്ത് ലുക്കാസ് പക്കുറ്റി തൊടുത്ത ഷോട്ട് പ്രതിരോധ താരത്തിൽ തട്ടിത്തെറിച്ച് വലയിൽ ചെന്ന് പതിച്ചു. അതോടെ ലീഡ് 3-ആയി. 62-ാം മിനിറ്റിൽ ലക്ഷ്യത്തിലേക്ക് പന്തുമായി കുതിച്ച ഇഗോർ തിയാഗോക്ക് മുന്നിൽ പനാമ ഗോൾ കീപ്പറുടെ കുരുക്ക് വീണതോടെ റെഫറി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടി. കിക്കെടുത്ത ഇഗോർ തിയാഗോക്ക് പിഴച്ചില്ല. ഗോൾ കീപ്പറെ വലത്തോട്ട് തിരിച്ചുവിട്ട് ലക്ഷ്യം കണ്ട പെനാൽറ്റിയുടെ ആവേശത്താൽ കൈവിരൽ ആകാശത്തേക്ക് ചൂണ്ടി ആരാധകർക്ക് മുന്നിലേക്ക് പാഞ്ഞെടുക്കുകയായിരുന്നു ഇഗോർ തിയാഗോ. നെഞ്ചിൽ തുന്നിച്ചേർത്ത 5 നക്ഷത്രങ്ങൾ കണക്കെ 5ന്റെ മുന്നിൽ മഞ്ഞ പുതച്ച മാറക്കാന ആർത്തിരമ്പുന്നു. മത്സരത്തിന്റെ 81-ാം മിനിറ്റ് ലുക്കാസ് പക്കോട്ട് നൽകിയ ലോഫ്റ്റഡ് പാസ് ഡാനിലേയോയെ കണ്ടെത്തുന്നു. വളരെ കൃത്യമായി അതിനെ പിടിച്ചെടുത്ത് പ്രതിരോധം തകർക്കാനെത്തിയ ഡിഫൻഡറെ കബളിപ്പിച്ച് പന്തിനെ വലയിലേക്ക് നിറയൊഴിക്കുന്നു. ബ്രസീലിന്റെ ആറാട്ടിന് മുന്നിൽ ഗതിയില്ലാതെ അധഭാഗ്യരായി നിൽക്കുന്ന പനാമ താരങ്ങൾ. ആശ്വാസമെന്നോണം മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ബോക്സിന് പുറത്തു വെച്ച് കിട്ടിയ ബോൾ സ്വീകരിച്ച് കാർലോസ് ആർവി തൊടുത്ത 30 വാരെ അകലിൽ നിന്നുള്ള റോക്കറ്റ് ഷോട്ട് പകരക്കാരനായെത്തിയ ബ്രസീൽ ഗോൾ കീപ്പർ എഡേസിന് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിൽ പതിക്കുകയായിരുന്നു. ഒടുക്കം അന്തിമകാഹളം മുഴങ്ങുമ്പോൾ ആരാധകർ പ്രതീക്ഷിച്ചതിലും അപ്പുറമുള്ള 6ന്റെ മധുരപ്പകിട്ടായിരുന്നു. അതെ, ഇത് എതിരാളികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ഈ ബ്രസീലിനെ നിങ്ങൾ പേടിക്കണം. കാരണം അവർ വേൾഡ് കപ്പിന് സജ്ജമായി കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് ഈ മത്സരം. Free audio post-production by alphonic.com